ഒരു റിലേഷൻഷിപ്പ് എത്ര കാലം നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ ഒരു വൻ ദുരന്തമായി അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റുമോ അല്ലേ? എന്നാൽ ഒരാൾക്ക് അതിന് സാധിക്കും. റിലേഷൻഷിപ്പ് സൈക്കോളജിസ്റ്റായ ജോൺ ഗോട്ട്മാൻ ആണ് അത്. ഇന്ന് നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റിലേഷൻഷിപ്സ് വെറുതെ സംസാരിക്കുക മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. സ്വയം നടത്തിയ 6 വ്യത്യസ്ത പഠനങ്ങളിലൂടെ ഒരു കപ്പിൾ ഒന്നിച്ചു തുടരുമോ അതോ വേർപിരിയുമോ എന്ന് 94% വരെ കൃത്യതയോടെ പ്രവചിക്കാൻ ഗോട്ട്മാന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെയോ നിങ്ങളുടെ സെക്ഷുവാലിറ്റിയോ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. പങ്കാളികൾ പരസ്പരം എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ നിരീക്ഷിച്ചാണ് ഗോട്ട്മാൻ ഈ പ്രവചനമൊക്കെ നടത്തുന്നത്. അവരുടെ ബോഡി ലാംഗ്വേജ്, സംസാരത്തിൻ്റെ ടോണ്, എന്തിന് ഹൃദയമിടിപ്പ് പോലുള്ള ഫിസിയോളജിക്കൽ കാര്യങ്ങൾ പോലും അദ്ദേഹം ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലെ മാസ്റ്റേഴ്സ് എന്ന് പറയാവുന്നവരെയും ഡിസാസ്റ്റർ എന്ന് വിളിക്കാവുന്നവരെയും വേർതിരിച്ചറിയാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമതായി, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണോ ആ കപ്പിൾ എന്നതാണ്. ആരാണ് പാൽ വാങ്ങാൻ മറന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടാറുണ്ടോ? അതായത് നിസ്സാര കാര്യങ്ങൾ പോലും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. പുറമേ ശാന്തമായി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം ഒരു യുദ്ധകളത്തിലാണെന്നാണ് അതിനർത്ഥം. ഇതുപോലെ സംസാരത്തിലെ സൂചനകളും ഗോട്ട്മാൻ ശ്രദ്ധിക്കുന്നു. ഒരു പ്രശ്നം വളരെ ശാന്തമായി പറയുന്നതിന് പകരം പരസ്പരം എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ദമ്പതികളാണോ നിങ്ങൾ? ഇനി സംസാരിക്കുമ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ ശബ്ദത്തിൽ പുച്ഛമുണ്ടോ? അതോ പങ്കാളിയെ തീർത്തും അവഗണിച്ച് ഇമോഷണലി അവരെ സ്റ്റോൺ വോൾ ചെയ്യുകയാണോ? ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ മാത്രം ഒരു ബന്ധം വേർപിരിയലിലേക്ക് പോവുകയാണോ എന്ന് 90%-ലധികം കൂടുതൽ കൃത്യതയോടെ പ്രവചിക്കാൻ ജോൺ ഗോട്ട്മാന് കഴിയും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേർപിരിയലുകൾ തടയാനും അതിലും പ്രധാനമായി നമ്മളുടെ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്താനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധിക്കുക എന്നതാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് പ്രധാനം. ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ എപ്പോഴും നിസ്സാരമെന്ന് തോന്നുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആൾക്കാർ പറയും. ഒരു പക്ഷേ അതുവഴി പോകുന്ന ഒരു നല്ല കാർ ചൂണ്ടിക്കാണിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ചാവാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നതാവാം. ഗോട്ട്മാൻ ഇവയെ ബിഡ്സ് ഫോർ അറ്റൻഷൻ അഥവാ പങ്കാളിയുടെ ശ്രദ്ധ നേടാനുള്ള ശ്രമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ ബിഡ്സിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ബന്ധത്തിൻ്റെ വിജയത്തെ ശക്തമായി പ്രവചിക്കുന്നുണ്ട്. 1990 നടത്തിയ ഒരു പഠനത്തിൽ ഗോട്ട്മാൻ 130 വിവാഹിതരായ ദമ്പതികൾ പരസ്പരം ബിഡ്സിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവരെ വീണ്ടും കോൺടാക്ട് ചെയ്തു. അപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന ദമ്പതികൾ അവരുടെ പങ്കാളികളുടെ ബിഡ്സിനോട് ശരാശരി 86% സമയത്തും അനുകൂലമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ വിവാഹമോചനം നേടിയ ദമ്പതികളോ അവർ പങ്കാളികളുടെ ബിഡ്സിനോട് ശരാശരി 33% മാത്രമാണ് പ്രതികരിച്ചത്. സോ ഈ ബിഡ്സിനോട് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഗോട്ട്മാൻ സ്വയം ജീവിതത്തിൽ നിന്നൊരു മനോഹരമായ ഉദാഹരണം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂലി ഡ്രയറിൽ നിന്ന് തുണി എടുക്കുന്നതിനിടയിൽ പതിയെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നൈസായിട്ട് അത് അവഗണിക്കാമായിരുന്നിട്ടും ഗോട്ട്മാൻ അതൊരു ബിഡായിട്ടാണ് കണ്ടത്. അങ്ങനെ അദ്ദേഹം അവരോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ജൂലി പറഞ്ഞു അവർക്ക് തുണി മടക്കുന്നത് വെറുപ്പാണെന്ന്. അപ്പോൾ ഗോട്ട്മാൻ ആ ജോലി ചെയ്യാമെന്ന് ഏറ്റെടുത്തു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം വെറുതെ ഒരു ജോലി ഏറ്റെടുക്കുകയായിരുന്നില്ല, മറിച്ച് തൻ്റെ ഭാര്യയുടെ ചിന്തകളെയും വികാരങ്ങളെയും താൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു സൂചന നൽകുകയായിരുന്നു. പക്ഷെ സംഗതി അവിടെ നിന്നില്ല. അദ്ദേഹം തുണി മടക്കുന്നതിനോടൊപ്പം ജാസ് സംഗീതം വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ ഏറെ നാളായി ഒരു ജാസ് ക്ലബിൽ പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഡേറ്റ് നൈറ്റാണ് സംഭവിച്ചത്. തുണി മടക്കുന്നതിലെ പിറുപിറുപ്പിൽ നിന്ന് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡേറ്റിലേക്ക്. എല്ലാം ആ ആദ്യത്തെ ബിഡ് അക്നോളജ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത് കൊണ്ട് മാത്രം. ഈ ചെറിയ നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ദമ്പതികളുടെ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള നിക്ഷേപങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും സന്തോഷമുള്ള ആരോഗ്യകരമായ ബന്ധങ്ങളുള്ള ദമ്പതികൾ പോലും ചില സമയങ്ങളിൽ വഴക്ക് കൂടാറുണ്ട്. അവർക്കിടയിലും സമ്മർദ്ദകരമായ സമയങ്ങൾ ഉണ്ടാകും. ഈ സമയങ്ങളിൽ സമ്പന്നമായ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടാണ് പ്രയാസകരമായ സമയങ്ങളിലും കലഹങ്ങളിലും കഷ്ടപ്പാടുകളിലും ദമ്പതികളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ സ്റ്റേയിങ് ടുഗദർ പ്രിൻസിപ്പിൾസ് ഫോർ റിലേഷൻഷിപ്പ് സക്സസ് എന്ന പുസ്തകത്തിൽ ഇതിലും കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ട്. അത് വാങ്ങുക, വായിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.